വെറൈറ്റി സമൂസയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മൈദ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല മൈദ കുഴക്കുക, തിളപ്പിച്ച് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം പട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരിപ്പൊടിയൊക്കെ വാട്ടിയെടുക്കൂല, അതേപോലെയാണ് മൈദ വാട്ടിയെടുത്തിട്ടുള്ളത്. ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിന്ന് മാറ്റി കൊടുക്കാം. ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മൈദ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതേപോലെ മാറ്റി വെക്കാം. മലായി ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലെക്സ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂണ്, ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, സ്പൂണ് ഗരം മസാല, പീസ് ബട്ടർ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് തൈരും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇതേപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി സമൂസക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. ചിക്കന് എല്ലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാല, ഒരു പിഞ്ച് ഗരം മസാല മതി. ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനൊന്ന് പൊരിച്ചെടുക്കാം. ഇതിലധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് മസാലകളെ ചേർത്തിട്ടുള്ളൂ. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. ചിക്കൻ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മാറ്റി കൊടുക്കാം. ചിക്കൻ പൊരിച്ചെടുത്ത അതേ എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തത് ഇതിൻ്റെ റോസ് സ്മെല്ല് പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഒന്നും ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ അതിനുള്ള ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും പച്ചമുളകും എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുക്കായി കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. റെഡി ആയിട്ടുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് അധികം സ്പൈസസ് ഒന്നും ഇടാണ്ടാണ് ഈ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയാണ് ഈ മസാലൻ്റെ സീക്രട്ട്. 1 ടീസ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊന്നിവിടെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ചീസും കൂടെ ചേർക്കാം. കൂടെ ഒന്ന് ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ മെൽറ്റായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമൂസ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സമൂസ ഉണ്ടാക്കാം.
ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിന് മാറ്റി കൊടുക്കാം. ഇതേ എണ്ണയിലേക്ക് ഒരു 4 ഏലക്കായി, ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞതാണ്, ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 സവാള ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ല ബ്രൗൺ കളറാക്കി കിട്ടണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിന് മാറ്റി കൊടുത്ത് ചൂടാറിയതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചതില്ലേ, അത് മിക്സിയിൽ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മിക്സ് ചെയ്ത മസാലയാണ്, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. കൂടെ ചേർക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ടിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നും ചിക്കൻ വറുത്തരച്ചതും മുളകിട്ടതും എല്ലാം ഉണ്ടാക്കുന്ന എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതൊന്ന് പരത്തിയെടുക്കാം. എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് സമൂസിന്റെ അച്ചിലാണ്. സമൂസ ലീഫിൽ വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇതിന്റെ ഓരോ കുഴിയിലേക്കും നമ്മൾ ഉണ്ടാക്കി മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്കും ഒരു പരത്തിയത് വെച്ച് കൊടുക്കാം. ഒരു ചപ്പാത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ സമൂസ റെഡി ആയി കിട്ടും.